മെറ്റ ആൻഡ്രോമെഡ. മെറ്റാഡ്സ് ചെയ്യുന്നവരും ഡിജിറ്റൽ മാർക്കറ്റേഴ്സും ഒരുപാട് കേൾക്കുന്ന ഒരു പേരായിരിക്കും. എന്തൊരിതത് മെറ്റാഡ്സ് ഇപ്പോൾ കംപ്ലീറ്റ്ലി മാറി. കാരണം നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചറിയാൻ പറ്റും, നിങ്ങൾ മുമ്പ് ചെയ്ത പോലെയല്ല ഇപ്പോൾ ആഡിന്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ. അതായത് നമ്മൾ കറക്റ്റ് ഓഡിയൻസിലേക്ക് ആഡ് എത്തുന്നില്ല, ക്വാളിറ്റി ലീഡ്സ് കിട്ടുന്നില്ല, അതേപോലെ എമൗണ്ട് കൂടുതൽ ബേൺ ആവുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം എന്ന് പറയുന്നത് മെറ്റ 2024 ഇൻട്രൊഡ്യൂസ് ചെയ്ത മെറ്റ ആൻഡ്രോമെഡ എന്ന് പറയുന്ന ഒരു AI ബേസ്ഡ് ഫീച്ചറാണ്. അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. അതിന്റെ വേറൊരു ഇത് ഒരു 3-4 മാസം മുമ്പ് വരെ ഒന്നും കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്ന ആഡിൽ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു മാസം മുതൽ എല്ലാവർക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അഫക്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതെന്താണെന്ന് ചുരുക്കി പറഞ്ഞാൽ, നമ്മളൊരു ആഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു രീതി എന്താ, ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യും, ആ ക്യാമ്പയിൻ അണ്ടറിൽ മൾട്ടിപ്പിൾ ആഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യും, അതിന്റെ അണ്ടറിൽ ആഡ് ക്രിയേറ്റ് ചെയ്യും, നമ്മളിതിൽ ബെസ്റ്റ് പെർഫോമിംഗ് ആയ ആഡിലേക്ക് എമൗണ്ട് കൂടുതൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഇങ്ങനെ ഒരു രീതിയിലാണ് ഇത്രയും ദിവസം ആഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി മുതൽ ഒരു ക്യാമ്പയിനും ഒരു ആഡ് സെറ്റും മതി. ആ ആഡ് സെറ്റിന്റെ അണ്ടറിൽ നമ്മൾ ഒരുപാട് ക്രിയേറ്റീവ്സ് യൂസ് ചെയ്യേണ്ടി വരും. ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് 20 മുതൽ 30 വരെയുള്ള ക്രിയേറ്റീവ്സ് എങ്കിലും നമ്മൾ ട്രൈ ചെയ്യേണ്ടി വരും. ഇനി ഓരോ ക്രിയേറ്റീവ്സും ആരെ കാണിക്കണം എന്ന് തീരുമാനിക്കുന്നതും തന്നെയായിരിക്കും. വേട്ട അവസാനിച്ചു എന്ന് ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അപ്പൊ നമുക്ക് ഇവിടെ കൂടുതൽ പണിയെടുക്കേണ്ടി വരിക ക്രിയേറ്റീവ് സൈഡിലാണ്. നമ്മൾ ഇവിടെ ആദ്യം നടക്കുന്ന ഫിൽട്ടർ എന്ന് പറയുന്നത് ക്രിയേറ്റീവ്സ് ഫിൽട്ടർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെറൈറ്റി ക്രിയേറ്റീവ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ക്രിയേറ്റീവ്സ് പബ്ലിഷ് ചെയ്യാതെ ഓരോ ക്രിയേറ്റീവ്സിനും ഓരോ ഹുക്കിൽ വേണം നമ്മൾ കോണ്ടന്റ് അല്ലെങ്കിൽ കോപ്പി എഴുതാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓരോ ആഡ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന കോണ്ടന്റ്സ്, അതായത് പ്രൈമറി ടെക്സ്റ്റ്, ഹെഡ്ലൈൻ, ഡിസ്ക്രിപ്ഷൻ, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ആഡിനും ഇതിൽ നമ്മൾ ടാർഗറ്റഡ് ഓഡിയൻസ് ആരാണ് എന്നുള്ള ഒരു ഹുക്ക് ഈ ഒരു കോണ്ടന്റിൽ ഉണ്ടാവണം. പിന്നെ അതുപോലെ ലീഡ് ജനറേഷൻ ചെയ്യുന്നവരാണെങ്കിൽ ലീഡ് ഫോമിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ലീഡ് ഫോമിൽ യൂസ് ചെയ്യുന്ന ഓപ്ഷൻസ് ആണെങ്കിലും അവിടെയാണ് നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിനെ